പാഠം 519. ഒരു സ്വപ്നം പടിവാതിലിൽ. ഈശ്വര, എത്ര നാളായി എന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. റവന്യൂ വകുപ്പിലെ പുതിയ പ്രൊമോഷൻ ലിസ്റ്റ് ഈ ആഴ്ച ഇറങ്ങുക. ഇത്തവണയെങ്കിലും എന്നെ തഴയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സർക്കാർ കാര്യമല്ലേ, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലൊന്നും നടക്കില്ല. നിങ്ങളുടെ കാര്യം ഉണ്ടെങ്കിലേ എല്ലാം നടക്കൂ. എന്നെ കൈവെടിയരുത്. ഭയങ്കര പ്രാർത്ഥനയായിരുന്നല്ലോ, എന്തു പറ്റി? ഇത്തവണത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും ഭാമേ. മുടങ്ങിക്കിടക്കുന്ന പ്രൊമോഷൻ ഇനി താമസിക്കില്ല. നോക്കിയോ നീ. ഇതെന്താണ് ഇത്രയും ഉറപ്പ്? ഈ ആഴ്ച പുതിയ പ്രൊമോഷൻ ലിസ്റ്റ് പുറത്തിറങ്ങ. എന്റെ പേര് അതിലുണ്ടാകും എന്നുള്ളത് ഉറപ്പാ. താലൂക്ക് ഓഫീസിലെ സഹദേവം വിളിച്ച് പറഞ്ഞായിരുന്നു. ഈ ഉറപ്പാണെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചേ? ഭാമേ, നിന്നെ പോലെ ഒരാവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളല്ല കെ മോഹനകൃഷ്ണൻ. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ഇനിയിപ്പോ പ്രൊമോഷൻ ലിസ്റ്റ് പുറത്തു വന്ന് അതിൽ എന്റെ പേരുണ്ട് എന്ന് കണ്ടാലും ഞാൻ പ്രാർത്ഥന നിർത്തില്ല. നിർത്തരുത് മോഹനേട്ടാ. കാരണം ഈ പ്രൊമോഷൻ കൊണ്ട് കാര്യം തീർന്നില്ലല്ലോ. ഇപ്പൊ പ്രൊമോഷനായി ഡെപ്യൂട്ടി തഹസിൽദാര്, പിന്നെ തഹസിൽദാര്, പിന്നെ ഡെപ്യൂട്ടി കളക്ടർ, അങ്ങനെ പോയി പോയി റവന്യൂ സെക്രട്ടറി വരെ ആക്കാതെ ഈ പ്രാർത്ഥന നിർത്താനേ പാടില്ല. നിനക്കിതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ സർക്കാർ സർവീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവാനുഗ്രഹം കൂടി വേണം. ഈശ്വരൻ വിചാരിക്കാതെ ഒന്നും നടക്കില്ല. മോഹനേട്ടാ, കേരള സർക്കാരിന്റെ തലവനാണ് മുഖ്യമന്ത്രി. കേരളം ഉണ്ടായിട്ട് ഇപ്പോ 57 വർഷവും കഴിഞ്ഞു. ഇതിനിടയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ 35 കൊല്ലത്തിൽ കൂടുതൽ ഇരുന്നത് കടുത്ത നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദികളായ 6 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു നമുക്ക്. ദൈവം വിചാരിച്ച പോലെയാണ് സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ ഈ അവിശ്വാസികൾക്ക് എങ്ങനെ മുഖ്യമന്ത്രിമാരായി? നീ ഇതും പറയുന്നതിനപ്പുറം പറയും. വന്ന് നീയും ഒരു യുക്തിവാദിയായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ മോഹനകൃഷ്ണന് ദൈവത്തെ വിട്ടുള്ള ഒരു കളിയുമില്ല. ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ ഞാൻ ഇവിടം വരെ എത്തിയത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതായിക്കോട്ടെ, നമുക്കിനി അത് പറഞ്ഞെന്തായാലും തർക്കിക്കണ്ട. ഏതായാലും പ്രൊമോഷൻ ലിസ്റ്റ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആലോചിക്കാം. ഓ, എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ എന്ന് നിനക്കെന്തോ ഒരു സംശയമുള്ളത് പോലെ. എനിക്കൊരു സംശയമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ സംശയിച്ചിട്ട് എന്താ കാര്യം? കേരള സർക്കാർ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ദൈവമല്ലേ. ഞാനൊരു പാവം മനുഷ്യൻ. നീ പറഞ്ഞതിന് മറുപടി ഉണ്ട്. ആ ഫോൺ എടുത്തിട്ട് പറയാന്നല്ലേ. വയ്ക്കോ. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ, ഞാൻ വിശ്വംഭരനാണ്, MLA. നമസ്കാരം സാർ. തനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്താ സാർ? ഇന്നലെ ഞാൻ റവന്യൂ മന്ത്രിയെ കണ്ടിരുന്നു. എന്റെ 1-2 വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ കാണാൻ പോയത്. സംസാരിച്ചു വന്നപ്പോഴാ റവന്യൂ വകുപ്പിലെ പ്രൊമോഷന്റെ പുതിയ ലിസ്റ്റ് ഈ ആഴ്ച പുറത്തിറക്കുമെന്ന് അറിഞ്ഞത്. ഞാനും കേട്ടായിരുന്നു സാർ. തന്റെ പേര് അതിലുണ്ടാവണമെന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശുപാർശയായിട്ടൊന്നും കണക്കാക്കണ്ട. കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് എന്നെ പോലുള്ള ജനപ്രതിനിധികളുടെ കടമയല്ലേ? ഞാനും റവന്യൂ മന്ത്രിയും തമ്മിലുള്ള അടുപ്പം മോഹനകൃഷ്ണൻ അറിയാമായിരിക്കുമല്ലോ. ഞാനൊരു കാര്യം നിർബന്ധിച്ചു പറഞ്ഞ അദ്ദേഹം തള്ളിക്കളയില്ല. അറിയാം സാർ. അപ്പൊ പിന്നെ ഡെപ്യൂട്ടി തഹസീൽദാരാവാൻ ഒരുങ്ങിക്കോളൂ. വിവരം അറിഞ്ഞപ്പോ ഒന്ന് മുൻകൂട്ടി വിളിച്ച് അഭിനന്ദിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. വലിയ സന്തോഷം സാർ. ഈശ്വര,
നീ എന്താ പറഞ്ഞത്? ദൈവം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്നോ? ഇപ്പോ എന്നെ വിളിച്ചത് ആരാണെന്ന് അറിയാമോ? ദൈവമാണോ? അല്ല, MLA വിശ്വംഭര സാർ. അയ്യോ, ഈ MLA ദൈവവും തമ്മിൽ എന്താണ് ബന്ധം? MLAയും ദൈവവും തമ്മിലല്ല, ദൈവവും എന്റെ പ്രൊമോഷൻ തമ്മിലാണ് ബന്ധം. MLA വിശ്വംഭരനും റവന്യൂ മന്ത്രിയും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. ഇന്നലെ MLA മന്ത്രിയെ കണ്ടപ്പോ എന്റെ പ്രൊമോഷന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. പ്രൊമോഷൻ ഉറപ്പാണെന്ന്. ശുപാർശ. കെ മോഹനകൃഷ്ണൻ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാറുമില്ല, ഒരു ശുപാർശ കേൾക്കാറുമില്ല, സ്വന്തം ആവശ്യത്തിന് ആരെ കൊണ്ടും ശുപാർശ ചെയ്യിക്കാറുമില്ല എന്നൊക്കെയാണ് നാട്ടുകാരെ പറയുന്നത്. ഇതെങ്ങനെ ശുപാർശയാവും? ഒന്നാമത്, ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല. രണ്ടാമത്, MLA വിശ്വംഭരൻ സാർ ഒരു ജനപ്രതിനിധിയാണ്. സമർത്ഥരായ ഉദ്യോഗസ്ഥരെ സഹായിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ്. എന്നാലും ശുപാർശയാണ്. നീ ഇത് പറയും, ഇതിനപ്പുറം പറയും. കാരണം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയുമ്പോഴേ നിന്റെ ചങ്കിടിപ്പ് കൂടും. ഞാൻ അങ്ങനെ ഉദ്യോഗത്തിൽ വെച്ചടി കയറി പോകുമ്പോഴും നീ ഇങ്ങനെ പഴയ വയ്ക്കാലേ തന്നെ. ഈശ്വരാ, എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഭാമേത്. ഇനിയെങ്കിലും നിന്റെ അഹങ്കാരം കളഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കാൻ പഠിക്കുക. ഉത്തമനെത്തി. എന്റെ പ്രൊമോഷന്റെ കാര്യം ആദ്യം പറയേണ്ടത് ഉത്തമനോടാണ്. നമസ്കാരമുണ്ട് സാറേ. സാറേ, പുരുഷോത്തമന്റെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന് പറഞ്ഞിരുന്നേ. സാറിന് രാവിലെയോ വൈകിട്ടോ സൗകര്യം ഉണ്ടാവോന്ന് അവൻ ചോദിച്ചു. രാവിലെ സമയം തീരെയില്ല. അയ്യോ, വൈകിട്ടാകുമ്പോ ഞാനായിരിക്കുമോ വില്ലേജ് ഓഫീസർ എന്നും നിശ്ചയില്ല. സാറല്ലേ വില്ലേജ് ഓഫീസർ? ഉത്തമ, റവന്യൂ വകുപ്പിലെ പ്രൊമോഷൻ ലിസ്റ്റ് ഇന്നോ നാളെയോ മറ്റന്നാളോ പുറത്തേക്ക്. ഇത്തവണ എന്റെ പേരുണ്ടാകുന്നു ഉറപ്പാണ് ഉത്തമ. MLA വിശ്വംഭര സാർ ഇപ്പൊ വിളിച്ചിരുന്നു. എന്റെ പേര് റവന്യൂ മന്ത്രിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. എന്റെ പൊന്നെ, MLA വിശ്വംഭര സാർ വിളിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? മന്ത്രിമാരുടെ ഇടയിലൊക്കെ ഭയങ്കര പിടിപാടുള്ള ആളല്ലേ സാറേ? PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ മത്തായി സാറിന്റെ കാര്യം സാറിന് അറിഞ്ഞൂടെ? മത്തായി സാറിന്റെ പ്രൊമോഷൻ വൈകി പോയപ്പോ സാറ് നമ്മുടെ വിശ്വംഭര സാറിനെ നേരിട്ട് പോയി കണ്ട് കാര്യം പറഞ്ഞു. മത്തായി സാറിന്റെ മുമ്പിൽ വെച്ച് MLA പൊതുമരാമത്ത് മന്ത്രിയെ വിളിച്ച് കാര്യവും പറഞ്ഞു. മൂന്നാമത്തെ ദിവസം പ്രൊമോഷൻ റെഡി. അത്രയ്ക്ക് സ്വാധീനമാണ് വിശ്വംഭര സാറിന്. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ലോ ഉത്തമ. ഞാൻ എന്റെ പ്രൊമോഷന്റെ കാര്യം MLAയോട് സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇന്നലെ റവന്യൂ മന്ത്രിയെ കണ്ടപ്പോ എന്റെ പ്രൊമോഷൻ എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്ന് MLA പറഞ്ഞു. എന്തുകൊണ്ടാ? ഞാൻ ഒരു സത്യസന്ധനും കൃത്യനിഷ്ഠക്കാരനുമായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് MLAക്കും അറിയാം. എന്നെ പോലുള്ളവർക്കാണ് പ്രൊമോഷൻ കിട്ടേണ്ടത്. അങ്ങനെ എന്നെ പോലുള്ളവർ ഉയർന്ന സ്ഥാനങ്ങൾ കിട്ടിയാലേ നാട് നന്നാവൂ എന്ന് MLAക്ക് അറിയാം. അത് വാസ്തവമാണ് സാറേ. സാർ ഇപ്പൊ വെറും ഒരു വില്ലേജ് ഓഫീസർ ആയിരിക്കാം, അല്ല എന്നിട്ട് ഈ വില്ലേജിലെ മുഴുവൻ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ഇനി സാർ പ്രൊമോഷൻ കിട്ടി ഒരു ജില്ലാ കളക്ടറായി കഴിഞ്ഞ ഒരു ജില്ലയിലെ മുഴുവൻ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കും. സത്യം പറഞ്ഞ സാറിനെ പോലുള്ളവർക്കാണ് ഈ പ്രൊമോഷൻ കിട്ടേണ്ടത് തന്നെ. ഉത്തമ, ഈ പ്രൊമോഷനൊക്കെ വരേണ്ട സമയത്ത് വരേണ്ട പോലെ ഇങ്ങ് വന്നോളും. ഇതിന് ഇത്രമാത്രം ആവേശം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഉത്തമ, അസൂയ, നിരാശ തുടങ്ങിയ വാക്കുകളുടെ അർത്ഥം അറിയില്ല എങ്കിൽ ഉത്തമൻ ഇപ്പോ ഈ വക്കീലിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ഭർത്താവ് വലിയ ആളാകുന്നതിന്റെ അസൂയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ വീട്ടിൽ എന്നേക്കാൾ വളരെ ചെറിയ സ്ഥാനത്തായി പോകുന്നതിന്റെ നിരാശയാണ് ഇവിടെ ഇങ്ങോട്ട് ഈ ഭാഗത്ത് കാണുന്നത്. ഈ അസുഖത്തിന് മരുന്നില്ല. പുരുഷോത്തമ സ്ഥലം നടക്കാൻ ഞാൻ വൈകിട്ട് വരാം. അതിനു മുമ്പ് ഡെപ്യൂട്ടി തഹസിൽദാർ ആയില്ലെങ്കിൽ അയ്യോ
സാറിന്റെ കാര്യം. സാറിന് ഒരു സന്തോഷം വരുമ്പോ വെറുതെ എന്തിനാണ് വക്കീൽ ഉടക്കെടുന്നത്? ഇതൊക്കെ ഒരു രസമല്ലേ ഉത്തമ? ഞാനിങ്ങനെ വാശി പിടിപ്പിക്കാനും വീര്യം കൂട്ടാനും ഇങ്ങനെ കൂടെ ഉള്ളത് കൊണ്ടല്ലേ വില്ലേജ് ഓഫീസർ വലിയ പരാക്രമിയായിട്ട് ഇങ്ങനെ നടക്കുന്നത്. മോഹനേട്ടന്റെ പ്രാർത്ഥനയുടെ ദൈവത്തിന് സൗകര്യം ഇല്ലാണ്ടിരിക്കുകയാണ്. ഇത്തവണ എന്തായാലും കാര്യം നടക്കും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ വക്കീലേ. മോഹനേഷ് സാറിന് പ്രൊമോഷൻ കിട്ടിയ കാര്യം ഒരു 10 പേരോട് പറയട്ടെ. ഓക്കെ, ശരി. പോകാൻ റെഡിയായോ? കാപ്പി കുടിച്ചില്ലല്ലോ. ഇന്ന് നീ ഉണ്ടാക്കുന്ന കാപ്പി നിറയെ അസൂയായിരിക്കും. എനിക്ക് ആ കാപ്പി വേണ്ട. മോഹനേട്ടാ, നല്ലൊരു ദിവസമായിട്ട് കാപ്പി കുടിക്കാതെയാണോ പോകുന്നത്? ഞാൻ പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിച്ചോളാം. എന്റെ പ്രൊമോഷൻ കാര്യം പറയുകയും ചെയ്യാം. ഇങ്ങനെ ഇറങ്ങി പോകാനായിരുന്നെങ്കിൽ രാവിലെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കഴിക്കാൻ ഉണ്ടാക്കി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് കഷ്ടമാണ് കേട്ടോ. ഒരു കഷ്ടമല്ല. വൈകിട്ട് ഞാൻ വരുമ്പോ വില്ലേജ് ഓഫീസർ ആയിരിക്കുമോ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരിക്കുമോ എന്നറിയില്ല. എന്നാലും ഞാൻ ഇറങ്ങുന്നു. ഇത്തവണത്തെ പ്രൊമോഷൻ ലിസ്റ്റിലെങ്കിലും മോഹനേട്ട സാറിന്റെ പേരുണ്ടായാൽ മതിയായിരുന്നു. സാറിന് എങ്ങനെയും പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി എന്ത് നേർച്ച നേരാനും വ്രതം എടുക്കാനും ഞാൻ തയ്യാറാണ്. ഞാനും സത്യം പറഞ്ഞ എന്റെ പ്രൊമോഷന് വേണ്ടിയോ പ്രഹ്ലാദൻ ചേട്ടന്റെ പ്രൊമോഷന് വേണ്ടിയോ ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മോഹനേഷ സാറിനോടുള്ള സ്നേഹം കൊണ്ടല്ലോ ഈ പ്രാർത്ഥനയും നേർച്ചയൊക്കെ. സാറ് സ്ഥലം മാറി പോയാ പിന്നെ എന്തോ ആവാമല്ലോ. കൈക്കൂലി വാങ്ങാം, തോന്നുമ്പോ ആഫീസിൽ വന്നാ മതി. വരുമ്പോ എത്തി താമസിച്ചു വരികയും പോകുമ്പോ എത്തി നേരത്തെ പോവുകയും ചെയ്യാം. പരമസുഖമല്ലേ? ശിശുപാലൻ ചേട്ടൻ എന്താ അങ്ങനെ സംസാരിക്കുന്നത്? കൈക്കൂലി വാങ്ങാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ ശിശുപാലൻ ചേട്ടൻ വാങ്ങാത്തത്. മോഹനേഷ സാറിനെ പേടിച്ചിട്ടല്ലേ? അതൊക്കെ ശരിയാ പ്രഭു സാറ്. പക്ഷെ എന്ത് കടുംപിടുത്തക്കാരനാണെങ്കിലും മോഹനേഷ സാറിനോട് ജോലി ചെയ്യാൻ ഒരു രസാ. ഇങ്ങനെ ഒരു വില്ലേജ് ഓഫീസർ കേരള സർക്കാർ സർവീസിൽ വേറെ കാണുമോ? നാട്ടുകാർക്ക് മോഹനേഷ് സാറ് വേണ്ടപ്പെട്ടവനായിരിക്കും. അഴിമതിയില്ല, കൈക്കൂലിയില്ല. പക്ഷെ നമ്മുടെ കാര്യോ? സാധാരണ ഒരു വില്ലേജ് ഓഫീസിൽ 1 മാസം ജോലി ചെയ്താൽ ശമ്പളത്തിന്റെ 3 ഇരട്ടി കൈക്കൂലി കിട്ടും. കാഞ്ചനെ, കാഞ്ചനയ്ക്ക് പൈസക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വേറെ മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബാങ്ക് കൊള്ളയടിക്കാം, കള്ളനോട്ടടിക്കാം, പിടിച്ചു പറിക്കുകയോ പോക്കറ്റ് അടിക്കാനോ പോവാം. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് സർക്കാർ ശമ്പളം തരുന്നുണ്ട്. ആ ശമ്പളം വാങ്ങി കൃത്യമായി ജോലി ചെയ്യുന്നതിന് പകരം കൈക്കൂലി വാങ്ങുന്നതിനെ പറ്റിയും ജോലി ചെയ്യാതിരിക്കുന്നതിനെ പറ്റിയുമാണ് ചർച്ച. സാർ, സത്യത്തിൽ ഞങ്ങൾ പ്രൊമോഷൻ ലിസ്റ്റിനെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണയെങ്കിലും സാറിന് പ്രൊമോഷൻ കിട്ടുമായിരിക്കും എന്ന് പറയായിരുന്നു. ഇത്തവണത്തെ ലിസ്റ്റിൽ കെ മോഹനകൃഷ്ണൻ ഉണ്ട്. എന്റെ പേരുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരിക്കും. സത്യം പറഞ്ഞാ ഇവിടുന്ന് പോണെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എത്രയോ കാലമായി ജോലി ചെയ്യുന്ന ഓഫീസാണ്. ഇവിടെ ഒരു ദിവസം വരാതിരുന്നാൽ എനിക്ക് ശ്വാസം മുട്ടും. പക്ഷെ എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ലേ. സമയാസമയങ്ങളിൽ പ്രൊമോഷൻ കിട്ടിയല്ലേ പറ്റൂ. ഞാൻ പോയി പകരം പുതിയ വില്ലേജ് ഓഫീസർ വന്നാലും നിങ്ങൾ ഞാൻ തുടങ്ങി വെച്ച ഒന്നും മാറ്റരുത്. നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. കൈക്കൂലി വാങ്ങരുത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ ആർക്കും പറ്റും. ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥനാകാനാണ് പാട്. സാർ, ആ പരമേശ്വരൻ കോൺട്രാക്ട് ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അയാളുടെ വസ്തുവിന്റെ പോക്കൊരു എങ്ങനെയെങ്കിലും നടക്കുമെന്ന് ചോദിച്ചു. അത് നടക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ രജിസ്ട്രേഷനെ ഞാൻ വകവെച്ച് കൊടുക്കില്ല. ഞാൻ ഇവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി പോയാലും ആ പോക്ക് നടക്കാതിരിക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തു വെച്ച് കഴിഞ്ഞു. മേലിൽ പോക്കുവരവിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്ന് പരമേശ്വരൻ കോൺട്രാക്ടറോട് പറഞ്ഞേക്ക്.
ഹലോ. ആഹാ സഹദേവ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ലിസ്റ്റിനെ പറ്റി വല്ല വിവരവും കിട്ടിയോ? എന്റെ പേരുണ്ടെന്നാണ് സൂചന. അതെ അതെ, പുതിയ വിവരങ്ങൾ കിട്ടണമെങ്കിൽ വിളിക്കാം. സാർ, MLA വന്നിരിക്കുന്നു. MLA സാറിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം. രാവിലെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാ മോഹനകൃഷ്ണനെ നേരിട്ട് കണ്ടെന്ന് അഭിനന്ദിക്കാമെന്ന് തോന്നിയത്. എങ്കിൽ പിന്നെ നേരിട്ട് ഇങ്ങോട്ട് വരാമെന്ന് കരുതി. വലിയ സന്തോഷം സാർ. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധയോടെ ഇടപെടുന്ന MLA ഉള്ളത് ഈ നാട്ടുകാരുടെ ഭാഗ്യമാണ് സാർ. ഞാനും നിങ്ങളുടെ മന്ത്രിയും വലിയ അടുപ്പക്കാരാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ എന്നെ വിളിക്കും. ഞാനും മന്ത്രിയും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി പത്രക്കാർ പറയുന്നൊന്നും ശരിയല്ല. രണ്ട് ജനപ്രതിനിധികൾ തമ്മിലുള്ള അടുപ്പം, അത്രയേ ഉള്ളൂ. പത്രത്തിലെഴുതിയൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കരുത്. ഇന്നലെ വളരെ യാദൃച്ഛികമായിട്ടാണ് പ്രമോഷന്റെ കാര്യം സംസാര വിഷയമായത്. ഞാൻ ആ നിമിഷം തന്നെ ഒന്ന് ഓർത്തു. മോഹനകൃഷ്ണന്റെ കാര്യത്തിൽ എന്താ തീരുമാനം ചോദിച്ചപ്പോ മന്ത്രി പറയുക, അതൊക്കെ വിശ്വംബരം തീരുമാനിച്ചാൽ മതിയെന്ന്. പ്രമോഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന്. എന്താ ശിശുപാലൻ ചേട്ടാ MLA മോഹനേഷ സാറും തമ്മില്? സാറിന് പ്രൊമോഷനായ കാര്യം MLA അറിഞ്ഞു കാണും. MLAക്ക് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ളതല്ലേ, ഭൂമിയും ധാരാളം ഉണ്ട്. താലൂക്ക് ഓഫീസിൽ ഒരാളുള്ളത് നല്ലതാണെന്ന് കരുതി കാണും. അപ്പൊ പിന്നെ ഞാൻ അധിക നേരം നിൽക്കുന്നില്ല. ഉച്ചയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട്, വൈകിട്ട് 2 ഉദ്ഘാടനവും. MLA ആയി പോയില്ലേ, തിരക്കോട് തിരക്ക്. വന്നതിൽ വലിയ സന്തോഷം സാർ. ആ പിന്നെ മോഹനകൃഷ്ണ, ആ പരമേശ്വരൻ കോൺട്രാക്ടർ മോഹനകൃഷ്ണൻ അറിയില്ലേ? അറിയാം സാർ. പുള്ളിക്കാരൻ ഒരു പോക്ക് വരവിനുള്ള അപേക്ഷ തന്നിരുന്നു. പക്ഷേ കമ്പോള വിലയേക്കാൾ വളരെ താഴത്തെ രജിസ്ട്രേഷൻ, പോരാത്തതിന് 3 സെന്റ് സർക്കാർ പുറമ്പോക്കും അതിൽ പെട്ടിട്ടുണ്ട്. പോക്ക് വരവ് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞു. പറഞ്ഞു വരുമ്പോ പരമേശ്വരൻ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സഹായിയാ. ഓ, പാർട്ടി ഫണ്ടിലേക്കൊക്കെ വലിയ തുക സംഭാവനയും ചെയ്യാറുണ്ട്. അയാൾക്കൊരു ആവശ്യം വരുമ്പോഴും ഞാൻ സഹായിക്കണ്ടേ? പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? മോഹനകൃഷ്ണനെ കണ്ട് സംസാരിച്ച് ശരിയാക്കാമെന്ന് ഞാൻ ഏറ്റു. പ്രമോഷനായി മോഹനകൃഷ്ണൻ പോകുന്നതിന് മുമ്പ് അതങ്ങ് ശരിയാക്കി കൊടു. നടക്കില്ല സാർ. ഞാൻ വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്നിടത്തോളം കാലം ആ പോക്കുവരവ് നടക്കില്ല. ഇനിയിപ്പോ ഞാൻ പ്രമോഷൻ കിട്ടി പോയാലും അത് നടത്താതിരിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ മോഹനകൃഷ്ണ ആ ശബ്ദത്തിലൊരു ധിക്കാരം? ധിക്കാരമല്ല സാർ. സർക്കാർ ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് എന്നെ ഈ ജോലിക്ക് വിട്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭൂമിയും നികുതിയും വെട്ടിച്ചൊരാൾക്ക് അയാൾ ആരായാലും ഞാൻ കൂട്ടു നിൽക്കില്ല. പ്രമോഷൻ ലിസ്റ്റ് ആയിട്ടില്ല മോഹനകൃഷ്ണ. ഇപ്പോഴായാലും എനിക്ക് മന്ത്രിയെ വിളിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ സാറിന്റെ ഇഷ്ടം. സാറിനോട് ഇങ്ങനെ സംസാരിച്ചതിന്റെ പേരിൽ എന്റെ പ്രമോഷൻ നടക്കാതെ വന്നാൽ എനിക്കതിൽ പ്രയാസമില്ല സാർ. എന്തായാലും ആ ആധാരം പോക്കുവരവ് ചെയ്യില്ല. ഞാനൊരു MLA ആണ്. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളുടെ സ്ഥാനം തനിക്കറിയാമല്ലോ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ധിക്കാരമായിട്ട് സാറിന് തോന്നാം. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ആരെങ്കിലും സംസാരിക്കുമ്പോ അത് ധിക്കാരമായി തോന്നാണ് സാർ കഷ്ടം. അപ്പൊ നമുക്ക് കാണാം. താൻ ഡെപ്യൂട്ടി തഹസീൽദാർ ആയത് തന്നെ. ഇത്ര ദിവസത്തിനുള്ളിൽ ഡെപ്യൂട്ടി തഹസീൽദാർ ആയിക്കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല സാർ. വണ്ടി എടുക്കണോ? എന്തായിരുന്നു സാർ? എന്തോ തർക്കം നടക്കുന്ന പോലെ തോന്നി. ഒന്നുമില്ല ശിശുപാല, തൽക്കാലം ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. പെട്ടെന്ന് പ്രമോഷൻ കിട്ടി ഞാനങ്ങ് പോയാ നിങ്ങൾക്ക് വിഷമാവില്ലേ?
കുറച്ചാലും കൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഹമേ, ചായ. എന്തു പറ്റി? മുഖം എന്താ വല്ലായിരിക്കുന്നേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ആ MLA വിശ്വംഭരൻ ആഫീസിൽ വന്നിരുന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല MLA പ്രമോഷന്റെ കാര്യം പറഞ്ഞത്. പരമേശ്വരൻ കോൺട്രാക്ടറുടെ പോക്കുവരവിനുള്ള പ്രതിഫലമായിട്ടായിരുന്നു അത്. പോക്കുവരവ് ചെയ്തില്ലെങ്കിൽ മന്ത്രിയോട് പറഞ്ഞ് പ്രമോഷൻ തടയുമെന്നും പറഞ്ഞു. എന്നിട്ട് മോഹനേട്ടൻ എന്ത് പറഞ്ഞു? എന്തു പറഞ്ഞാലും പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് തീർത്തു പറഞ്ഞു. MLA ദേഷ്യപ്പെട്ടാ പോയത്. അതാണ് എന്റെ മോഹനേട്ടൻ. എന്നെ എന്തുമാത്രം കളിയാക്കിയാലും എന്റെ വില്ലേജ് ഓഫീസറോടുള്ള സ്നേഹം പോവാത്ത ഇതുകൊണ്ടല്ലേ. ആണുങ്ങളായ ഇങ്ങനെ വേണം. മോഹനേട്ടാ, MLA വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ എത്ര കാലത്തേക്ക് തടഞ്ഞു വെക്കാൻ പറ്റും? ഈ MLA തന്നെ എത്ര കാലത്തേക്ക് MLA ആയിരിക്കും? എന്റെ മോഹനേട്ടൻ ചെയ്താണ് ശരി. മനസാക്ഷിക്ക് നിയമത്തിന് എതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്റെ മോഹനേട്ടൻ. ഇത്രയും സത്യസന്ധരായ വേറെ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടില്? എനിക്ക് ഈ വില്ലേജ് ഓഫീസറോട് ഇഷ്ടമാണോ, ബഹുമാനമാണോ, ആരാധനയാണോ കൂടുതലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ ഉത്തരം കിട്ടിയോ? ഇഷ്ടവും ബഹുമാനവും ആരാധനയും ഒന്നും അല്ല എനിക്ക്. പിന്നെ മുടിഞ്ഞ പ്രേമം. ഉദ്യോഗ കയറ്റത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു വില്ലേജ് ഓഫീസർ എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അതിന്റെ പേരിൽ വഴിവിട്ടൊരു കാര്യം മോഹനകൃഷ്ണനെ കൊണ്ട് ചെയ്യിക്കാൻ സാക്ഷാൽ ബ്രഹ്മാവ് വിചാരിച്ചാലും പറ്റില്ല. നീതിമാനായ ഈ വാശിക്കാരന് അഭിവാദ്യമർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.